നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിശദീകരണവുമായി പിണറായി. സർക്കാരിനെതിരായ TP സെൻകുമാറിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. സെൻകുമാറിന്റെ പദപ്രയോഗം DGP സ്ഥാനത്തിന് ചേർന്നതല്ല. അദ്ദേഹം ഉന്നയിക്കുന്നത് പ്രതിപക്ഷം പോലും പറയാത്ത ആരോപണങ്ങൾ. മുൻ പോലീസ് മേധാവി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും പിണറായി. സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടമെന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതം. ഗുണ്ടാ നിയമപ്രകാരം കേരളത്തിൽ 171 പേർക്കെതിരെ നടപടിയെടുത്തു. TP കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ ശുപാർശ ചെയ്തിട്ടില്ല. മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും നിയമസഭയിൽ രേഖാമൂലം മുഖ്യന്റെ മറുപടി. അതിനിടെ അതിരപ്പള്ളി വൈദ്യുത പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് വൈദ്യുതി മന്ത്രി MM മണി. ഇതിനായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. അതിരപ്പള്ളിയിലേത് 163 മെഗാവാട്ടിന്റെ പദ്ധതിയെന്നും വിശദീകരണം. ഇടപെട്ട് സർക്കാർ. സംസ്ഥാനത്തെ അരിവില നിയന്ത്രിക്കാൻ സമഗ്ര പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ. ബംഗാളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ അരി ഇറക്കുമതി ചെയ്യുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മാർച്ച് 10-നകം ഇത് സംസ്ഥാനത്ത് എത്തുമെന്നും അതിനുശേഷം റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്നും നിയമസഭയിൽ മന്ത്രി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ 2000 നീതി സ്റ്റോറുകൾ തുറക്കും. അപ്രതീക്ഷിതമായ അരിക്ഷാമത്തിനു കാരണം അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞത്. പൊതുവിപണിയിലെ വില കണക്കിലെടുത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംസ്ഥാനത്തുടനീളം പ്രത്യേക അരിക്കടകൾ തുടങ്ങുമെന്നും കടകംപള്ളി. നീതി തേടുന്ന നിയമയുദ്ധം. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ ചെയർമാൻ കൃഷ്ണദാസിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ ഹർജി ഹൈക്കോടതിയിൽ. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചിരുന്നെങ്കിലും കേസ് പഠിക്കാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൂടുതൽ സമയം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ കേസ് മാറ്റിവെക്കുകയായിരുന്നു. കേസിൽ ജാമ്യം ലഭിക്കാൻ കൃഷ്ണദാസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് കോടതിയിൽ സംസ്ഥാന സർക്കാർ. ഹർജി ഇന്ന് പരിഗണിക്കുന്നത് ഹൈക്കോടതി നീട്ടി നൽകിയ ഇടക്കാല ജാമ്യ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ. അതിനിടെ ചെയർമാൻ കൃഷ്ണദാസിനെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് പോലീസ്. നടപടി ലക്കിടി നെഹ്റു കോളേജിലെ LLB വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ. അതേസമയം ജിഷ്ണുവിന്റെ മരണത്തിലെ പോലീസ് വീഴ്ചയിൽ പ്രതിഷേധത്തിനൊരുങ്ങി ബന്ധുക്കൾ. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിയാത്ത സാഹചര്യത്തിൽ സത്യാഗ്രഹത്തിന് ഒരുക്കം. വിഷയത്തിലെ സർക്കാർ മൗനം അംഗീകരിക്കാനാവില്ലെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ. അവസാനിക്കാത്ത തിരച്ചിൽ. നടിയെ ആക്രമിച്ച സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. ഗൂഢാലോചന സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് ദൃശ്യങ്ങൾ സഹായിക്കുമെന്ന് അന്വേഷണ സംഘം. സംഭവശേഷം ആദ്യമെത്തിയ അമ്പലപ്പുഴയിലെ വീട്ടിൽ പ്രതികളെ എത്തിച്ച് പോലീസിന്റെ തെളിവെടുപ്പ്. കേസിൽ നിർണായക തെളിവായി കരുതുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഇനിയും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ പ്രതി മണികണ്ഠനെ മാപ്പുസാക്ഷിയാക്കാൻ പോലീസ് നീക്കം. കൂട്ടുപ്രതിയായ മണികണ്ഠൻ തന്നെ സംഭവം നടന്നതായി വിശദീകരിച്ചാൽ മുഖ്യപ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനാകുമെന്നും വിലയിരുത്തൽ. അതേസമയം നടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന ആരോപണം പരിശോധിക്കാൻ ഫേസ്ബുക്ക് നടത്തിപ്പുകാർക്ക് കോടതി നിർദ്ദേശം. സാമൂഹിക നീതി ബെഞ്ച് നടപടി ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ വാഗ്ദാനം ചെയ്ത് അക്കൗണ്ട് പ്രത്യക്ഷപ്പെട്ട സാഹചര്യത്തിൽ. പ്രതീക്ഷയോടെ ട്രംപ്. ആദ്യ ബഡ്ജറ്റിൽ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ പണം നീക്കിവെക്കുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ വിഹിതത്തിനേക്കാൾ 9% വർധനവ് വരുത്തും. ഇതോടെ അമേരിക്കയിലെ സൈനിക ചെലവ് യുദ്ധകാലത്തെ ചെലവിന് ഒപ്പം എത്തിക്കുമെന്നും ട്രംപ്. 2017-2018 സാമ്പത്തിക ബഡ്ജറ്റ് മാർച്ച് പകുതിയോടെ. സൈനിക ചെലവുകൾ $54 ബില്യൺ വർദ്ധിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ക്ഷേമ പദ്ധതികൾക്കായുള്ള തുക പഴയപടി തുടരും. അതേസമയം വിദേശ രാജ്യങ്ങൾക്കുള്ള ധനസഹായം, ആഭ്യന്തര വകുപ്പ് വിഹിതം, പരിസ്ഥിതി വകുപ്പിനുള്ള ഫണ്ട് എന്നിവ ഗണ്യമായി കുറയാൻ സാധ്യത. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.